രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നിലപാടുകളാണ്, എതിരാളികളാണ് രാഷ്ട്രീയത്തിലുള്ളത്. ഇന്നത്തെ എതിരാളി നാളത്തെ സുഹൃത്തായി മാറാം. ഇന്നത്തെ സുഹൃത്ത് നാളത്തെ എതിരാളിയായി മാറാം. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയാണ്. ബീഹാറിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ഇത് ശരിവെക്കുന്നു. അവിടെ നമുക്കറിയാം, പ്രധാനമായിട്ടും ഏറ്റുമുട്ടുന്നത് BJP JDU നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യവും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന NDAയും അതുപോലെ ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുന്ന കോൺഗ്രസും RJDയും നേതൃത്വം നൽകുന്ന മഹാസഖ്യവും തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. ഇതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോർ രൂപീകരിച്ച പുതിയ പാർട്ടി ജൻസ്വരാജ് പാർട്ടിയും അവിടെ മത്സരിക്കുന്നുണ്ട്. ഈ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന വാർത്തകൾ അങ്ങേയറ്റം നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടും ഉണ്ട് അതിനകത്ത്. കാരണം ഇന്ത്യ മുന്നണിക്കകത്ത്, മഹാസഖ്യത്തിനകത്ത് ആരൊക്കെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്, ആരൊക്കെയാണ് വിഘടിച്ച് നിൽക്കുന്നത്, ഇന്ത്യ സഖ്യം തന്നെ, ഇന്ത്യ സഖ്യത്തിനുള്ളിലെ പാർട്ടികൾ തന്നെ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയും നമ്മൾ ബീഹാറിൽ കണ്ടു, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വാർത്ത വരുന്നത്, അതും അങ്ങേയറ്റം നമ്മെ ചിരിപ്പിക്കുന്നതാണ്, ചിന്തിപ്പിക്കുന്നതുമാണ്. ബീഹാറിലെ സുഗൗലി എന്ന മണ്ഡലത്തിൽ നിന്ന് വരുന്ന വാർത്തയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തമാശ. ഈ സുഗൗലിയിൽ മഹാസഖ്യത്തിൻ്റെ ഘടകകക്ഷിയായ VIP വികാസ്ശീൽ ഇൻസാൻ പാർട്ടി 2020 അവർ NDAയിലായിരുന്നു. ഈ 25 NDAയിൽ നിന്ന് വിട്ട് അവർ RJDയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിലേക്ക്, ഇന്ത്യ മുന്നണിയിലേക്ക് അവർ വന്നു. അപ്പോൾ ആ സീറ്റ് ശരിക്കും സുഗൗലി സീറ്റ് ഈ VIPക്കാണ് കൊടുത്തത്. കഴിഞ്ഞ തവണ അവിടെ RJDയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആള് ശശിഭൂഷൺ സിംഗ് എന്നയാളാണ് ഇവിടെ ഇപ്പോൾ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് വേണ്ടി, VIPക്ക് വേണ്ടി പത്രിക സമർപ്പിച്ചത്. നോക്കണം, കഴിഞ്ഞ തവണ രാഷ്ട്രീയ ജനതാദളിനൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ചയാൾ ശശിഭൂഷൺ സിംഗ് ഇക്കുറി അവിടെ നിന്ന് മാറി. അവിടെ മത്സരിച്ച് ജയിച്ച അദ്ദേഹം MLA ആയിരുന്നു, സിറ്റിംഗ് MLA ആണ്. ഈ സുഗൗലി മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആണ് ശശിഭൂഷൺ സിംഗ്. ഇക്കുറി അദ്ദേഹം RJDയിൽ നിന്ന് മാറി അദ്ദേഹം VIPയുടെ സ്ഥാനാർത്ഥിയായി, വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പക്ഷേ ആ നാമനിർദ്ദേശ പത്രികയിൽ പിഴവുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പത്രിക തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് ഒന്നാമത്തെ തമാശ. ശരിക്കു പറഞ്ഞാൽ ശശിഭൂഷൺ സിംഗിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടാകരുത് എന്ന് RJD ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അവരുടെ ഒപ്പം നിന്ന് ജയിച്ച് അവരുടെ MLA ആയി 5 കൊല്ലം പ്രവർത്തിച്ചതിന് ശേഷം അവരുടെ ഒരു സഖ്യകക്ഷി, കഴിഞ്ഞ തവണ എതിരാളിയായിരുന്ന ഒരു പാർട്ടി, അവരുടെ എതിർപക്ഷത്ത് നിന്ന് മത്സരിച്ച പാർട്ടി, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇക്കുറി വീണ്ടും ഇവിടെ നിന്ന് മത്സരിക്കാൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും RJDയുടെ ഉള്ളിൽ കാലുഷ്യമുണ്ടാകുമെന്ന് തീർച്ചയാണ്. അവരും ആഗ്രഹിച്ചിരുന്നു പണ്ടാരമടങ്ങാൻ ശശിഭൂഷൺ സിംഗിൻ്റെ പത്രിക എങ്ങനെയെങ്കിലും തള്ളണേ എന്ന്. അതുപോലെ സംഭവിച്ചു. അതിൽ പിഴവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളി. ചുരുക്കി പറഞ്ഞാൽ അവിടെ മഹാസഖ്യത്തിന് സ്ഥാനാർത്ഥി ഇല്ലാതായി. അവിടെ ഈ NDAക്ക് വേണ്ടി ലോക് ജനശക്തി പാർട്ടി, നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടിയാണ് NDAക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. ഈ NDAക്ക് വേണ്ടി അവർ പത്രിക കൊടുത്തിട്ടുണ്ട്. അവിടെ സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ ആൾ മത്സരിക്കുന്ന ആ സ്ഥലത്ത് കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ കാൻഡിഡേറ്റാണ്, സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്.
അന്ന് ഈ RJDയുടെ ഭാഗമായിരുന്ന ശശിഭൂഷൺ സിംഗിന് 38.26% വോട്ട് കിട്ടിയപ്പോൾ അവിടെ അന്ന് VIP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച രാമചന്ദ്ര സാഹ്നിക്ക് 36.24% വോട്ട് കിട്ടി. ഏതാണ്ട് 2% വ്യത്യാസം. വലിയ വ്യത്യാസമൊന്നുമില്ല. 2% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഈ ശശിഭൂഷൺ സിംഗ് RJD സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വിജയിച്ചത്. അതേ ആള് താൻ ഏത് പാർട്ടിയെയാണോ തോൽപ്പിച്ചത് ഇക്കുറി ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടുന്ന് മത്സരിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു, നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി. ഇതാണ് അവിടെ നിന്നുള്ള പ്രാഥമിക വിവരം. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയേ? അങ്ങനെ വന്നപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മഹാസഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. അതൊരു വലിയ കുറവാണല്ലോ. ഇത്രയും പിന്നെ ബീഹാറിൽ അടിമുടി ഇളക്കി മറിച്ച് ബീഹാറിനെ തകിടം മറിച്ചുകൊണ്ട് വോട്ടർ അധികാർ യാത്രയൊക്കെ നടത്തി 243 മണ്ഡലത്തിലും ഞാനാണ് മത്സരിക്കുന്നത്, എൻ്റെ ഫോട്ടോ വെച്ചാണ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നതെന്നൊക്കെ പറഞ്ഞ് RJDയുടെ തേജസ്വി യാദവ്, വലിയ ലാലുവിൻ്റെ മകൻ തേജസ്വി യാദവ് വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നു, അത് സാങ്കേതികമായ പിഴവ് കൊണ്ടത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന, നാണം കെടുത്തുന്ന, അവരുടെ അഭിമാനത്തിനും അന്തസ്സിനും കോട്ടം തട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉടനെ VIP വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും ശശിഭൂഷൺ സിംഗും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്തു. എന്തായാലും നമുക്ക് NDA എതിരാളിയാണ്, NDAയെ തോൽപ്പിച്ചേ പറ്റൂ. അവിടെ അതുകൊണ്ട് തന്നെ ഈ ലാലുവിൻ്റെ മറ്റൊരു മകൻ തേജ് പ്രതാപ് യാദവ് അവിടെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്, JJD, ജൻശക്തി ജനതാദൾ എന്നാണ് അതിൻ്റെ പേര്. ആ ജൻശക്തി ജനതാദളിൻ്റെ സ്ഥാനാർത്ഥിയെ അവർ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ VIP-യുടെ വക്താവ് അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, മഹാസഖ്യത്തിൽ നിന്ന്, ഇന്ത്യ മുന്നണിയിൽ നിന്ന് അനുവാദം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ JJDയെ പിന്തുണയ്ക്കുന്നു. JJDയുടെ വക്താവ് ദേവ് ജ്യോതി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ RJDയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവാണ് തേജ് പ്രതാപ് യാദവ്. തേജ് പ്രതാപ് യാദവ് നിരവധി സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്, മഹുവയിൽ മത്സരിക്കുന്നുണ്ട്. തേജ് പ്രതാപ് യാദവിൻ്റെ പാർട്ടി JJD നിരവധി മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അവർ RJDക്ക് ഒരു വെല്ലുവിളിയും കൂടിയാണ്. അങ്ങനെയുള്ള പാർട്ടിയെ പിന്തുണയ്ക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യ സഖ്യം, മഹാസഖ്യം ചെന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. അപ്പോൾ ഈ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. അവിടെ അച്ഛൻ മകന് ശത്രുവാവും, മകൻ അച്ഛന് ശത്രുവാവും. പക്ഷേ അടുത്ത നിമിഷം രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയും കാണാം. നിലപാടുകളേ ഉള്ളൂ, എതിരാളികളേ ഉള്ളൂ. ഇന്നത്തെ എതിരാളി നാളത്തെ പോരാളിയായി മാറും. ഇന്ന് ഞാൻ എതിർക്കുന്നയാൾ നാളെ എൻ്റെ പോരാളിയായി മാറും. ഇത് രാഷ്ട്രീയത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. മറ്റൊരു സ്ഥലത്ത് നമുക്ക് ഈ കാഴ്ച കാണാൻ കഴിയില്ല. എന്തായാലും ബീഹാറിൽ നിന്ന് അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അത് പക്ഷേ ഒരു കാര്യം നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും, ബീഹാറിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളോ മണ്ടന്മാരോ അറിവില്ലാത്തവരോ അല്ല. ഒരുപാട് നാൾ അവരെ പറ്റിക്കാൻ സാധിക്കില്ല. 1989 മുതൽ ഏതാണ്ട് 2004 വരെ ലാലു പ്രസാദ് യാദവ് ജംഗിൾ രാജിലൂടെ അവരെ വഞ്ചിച്ചുകൊണ്ടിരുന്നു, അവരെ പറ്റിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 2005 ശേഷം അവർ അത് 2004 തന്നെ ലാലുവിന് ഭൂരിപക്ഷം കൊടുക്കാതെ അവർ അവിടെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനത്തെ നയിച്ചു. 2005-06 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണം തുടരുകയാണ്. അദ്ദേഹം രണ്ട് മുന്നണിയിലും മാറി മാറി നിന്നെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ്
കോർണറിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നു. അതൊക്കെ അവിടെ പഴയ കഥ നിൽക്കട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് മഹാസഖ്യത്തിന് വലിയ നാണക്കേടായിരിക്കുകയാണ്. അവരുടെ തന്നെ എതിരാളിയായിട്ട് അവരുടെ പ്രധാന പാർട്ടിയായ RJDയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾക്ക് കുറ്റം ചുമത്തി പുറത്താക്കിയ തേജ് പ്രതാപ് യാദവിൻ്റെ പാർട്ടിയെ, തേജ് പ്രതാപ് യാദവിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും പിന്തുണയ്ക്കേണ്ട ഗതികേടിലേക്ക് അവിടെ മഹാസഖ്യം, ഇന്ത്യ മുന്നണി, RJD ഒക്കെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരേ സമയം നമ്മളെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം.